ഇതൊക്കെയാണ് കണ്ടോ കണ്ടോ. ആ വലിയ കെട്ടിടമാണ് കോഴിക്കോട്. എത്ര രൂപയായി? 20 രൂപ. എങ്ങതാ രൂപ? ഈ കാണുന്നതൊക്കെയാണ് കൊട്ടാരം. അവിടെ വെച്ച് ഞെക്കി പീച്ചണ്ട 5 അന്നേരം ഞാൻ കൊടുത്തോളാം. എത്രയായി? 20 രൂപ. 20 വേണ്ട, 10 മതി. 10 രൂപ തൻ്റെ ഓട്ടോറിക്ഷ വിളിച്ചതിന് എനിക്ക് കമ്മീഷൻ. ഈ 10 രൂപ കൊണ്ട് ഒരു സ്മോള് പോലും കിട്ടുകയില്ല. പതിയെ പതിയെ ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. ദാണ്ടിരിക്കുന്ന കണ്ടോ, അളിയൻ വന്നിട്ടുണ്ടെന്നുള്ള വിവരമൊക്കെ അറിഞ്ഞു. ഇപ്പോഴാ എനിക്ക് വരാൻ പറ്റിയത്. അളിയനോ? ആരുടെ അളിയൻ? അല്ല, ഈ ഭാര്യയുടെ ആങ്ങളെ അളിയൻ എന്നാണ് സാധാരണ വിളിക്കാറ്. ഓഹോ, ഇതാ എൻ്റെ കുടുംബം. കൊട്ടാരം എന്ന് പറഞ്ഞ ഇവരൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. വലിയ തമ്പുരാമ്മന്ന് വിളിച്ചിരുന്നു. പൂജ കഴിയുന്നിടം വരെ ഇവര് ഇവിടെ നിൽക്കും. അല്ല, ഞാൻ പോകാന്ന് പറഞ്ഞ ഉള്ളത് പറയാമല്ലോ. എനിക്ക് എൻ്റെ കൂരെ തന്നെ കിടന്നുറങ്ങിയാലേ ഉറക്കം വരുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അല്ല ഇങ്ങോട്ട്. അതാ നല്ലത്. ഇങ്ങനൊരു സാഹചര്യം ആയിപ്പോയി. ഇല്ലെങ്കിൽ എന്റെ മുന്നിൽ താൻ ഇങ്ങനെ വന്ന് നിൽക്കില്ലായിരുന്നു. ഇരിക്കാൻ നേരമില്ല. ഇവർക്കെങ്കിലും സ്വൈര്യം കിട്ടട്ടെ. നിങ്ങളകത്തേക്ക് പോ. കയ്യിൽ ഒതുങ്ങി കിട്ടുന്ന എടുത്തോ. TV മടിയിൽ വെച്ചോണ്ട് താൻ പോയില്ലേ? ഇപ്പൊ പൈസയൊന്നും ഇല്ല. തമ്പരാനാന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇത് എന്തൊരു വലിയ കൊട്ടാരാണമ്മേ. ഇതിനകത്തൊരു 19 മുറികളെങ്കിലും കാണുമല്ലോ. കാണുമായിരിക്കും അമ്മേ. നമ്മൾ ഇങ്ങോട്ട് വന്നതേ ആർക്കും അത്ര റെസ്റ്റ് ഇട്ടില്ലെന്ന് തോന്നുന്നു. അത് താലം പിടിച്ച് സ്വീകരിക്കാത്തോണ്ട് നിനക്ക് തോന്നിയതാ. പിന്നെ അച്ഛൻ അത്ര പെട്ടെന്നൊന്നും ഇവിടെ ആർക്കും മറക്കാൻ പറ്റില്ലല്ലോ. മോനെ, അച്ഛനോ ഇങ്ങനായി. നീയായിട്ട് ഇവിടെ ആരെയും വെറുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റവും ഉണ്ടാവരുത്. എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ലമ്മേ. പക്ഷെ ആ മരം കയറിപ്പണ്ടിന്റെ നെകളിപ്പാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. നീ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് നടിച്ചാ മതി. അമ്മേ, ഞാനൊന്ന് അശ്വതി ചേച്ചിയെ കണ്ടിട്ട് വരട്ടെ. ആ ചെല്ലി അവളങ്ങ് ഒലത്തി തരും. ആനമുട്ട അമ്പഴങ്ങി. ഈ ഹരിയേട്ടന്റെ ഒരു കാര്യം അങ്ങനെയൊന്നുമില്ല. അശ്വതി ചേച്ചി പാവാ. ഹരിയേട്ടൻ തന്നെ വെച്ചോ. അമ്മേ, ഞാൻ ചേച്ചിയെ കണ്ടിട്ട് വരാവേ. അശ്വതി ചേച്ചിയല്ലേ? അതെ, എന്റെ അച്ഛൻ പറഞ്ഞ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ മായ, ഹരിയേട്ടന്റെ അനുജത്തിയാ. അപ്പോൾ ഹരിയുടെ സ്വഭാവമൊക്കെ കുട്ടിക്ക് ഉണ്ടാകുമല്ലോ. അല്ല, ഒരേ ചോരയിൽ പെട്ടതായതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ടെന്താ? കുട്ടിയെ കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് ഏതായാലും ഒരു കൂട്ടായി. വാ, മുറിയിലേക്ക് പോവാം. കമോൺ, ഇരിക്ക്. ഹായ്. ഇത് മുഴുവൻ ചേച്ചിയുടേതാ? എന്താ, മായ്ക്കിതൊന്നും ഇഷ്ടമല്ലേ? ഇതിനൊക്കെ വലിയ വിലയായിരിക്കുമല്ലേ ചേച്ചി? വില എത്രയെങ്കിലും ആവട്ടെ, മായ്ക്ക് ഇഷ്ടമായെങ്കിൽ അതെടുത്തോ. ഇത് കൊണ്ടുപോയാ ഹരിയേട്ടൻ എന്നെ വഴക്കു പറയുമെന്ന് എന്റെ പേടി. എന്തിനാ? മറ്റുള്ളവരുടെ സാധനങ്ങൾ ആഗ്രഹിക്കുന്നതും മോഹിക്കുന്നതും തെറ്റാണെന്നാ ഹരിയേട്ടൻ പറയാറ്. ഓ, ആദർശവാൻ. ആ, അതെന്റെ ചേട്ടൻ അങ്ങനെ തന്നെയാ. ബന്ധം വെച്ച് നോക്കിയാല് ചേച്ചിയുടെ മുറച്ചെറുക്കനല്ലേ എന്റെ ഹരിയേട്ടൻ. പക്ഷേ I don't like him. ഞാൻ പോണു. നിനക്കിതൊന്നും വേണ്ടേ? വേണ്ട. മായ, ഏയ് ഒന്ന് പെട്ടെന്ന് കളിയടാ. എനിക്കിതുവരെ ലൈഫ് കിട്ടിയിട്ടില്ല. ലൈഫ് കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ചാടണം. ദേ പിന്നെയും ചാടണമെന്ന്. ഇവിടെ എന്താ ഒരു കുഴപ്പം? ഓ എടാ, ഇപ്പൊ ഉത്സവ സീസണാ. ഒരു 5-6 ഗാനമേള കിട്ടിയാ നമുക്ക് പിടിച്ചു തന്നൂടെ? ഓ, കാശിന്റെ കാര്യം അത് വേണമെങ്കിൽ ഞാൻ തമ്പുരാനോട് പറയാം. ഒരു ദിവസം ഇവിടെ തങ്ങുന്നതിന് ഒരു ഗാനമേളയ്ക്ക് നമുക്ക് കിട്ടുന്നത് വേണമെന്ന്. കിട്ടും. അതെ, അങ്ങനെയാണെങ്കിൽ ദിവസം അടിയും തൊഴിയും കുത്തും മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ചോദിക്കോ വാങ്ങിക്കോ എന്തെങ്കിലും ചെയ്യും. ഞാൻ ഇവിടുന്ന് പോവാൻ പോവാ. എടാ, ഇവിടുന്ന് ഇറങ്ങിയ തമ്പുരാക്കന്മാരെ നമ്മളെ കൊല്ലും. അത് ശരിയാ. തമ്പുരാക്കന്മാരുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഉള്ള സമയം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ നോക്ക്. വെറുതെ ഇവിടെ ചുറ്റിക്കറങ്ങി നിന്നിട്ട് ഒരു കാര്യമില്ല. അത് തന്നെ ചേട്ടാ ഞാനും പറയുന്നത്. പക്ഷെ അത് ഇവന്മാര് മനസ്സിലാക്കണ്ടേ? ഞാൻ എൻ്റെ മക്കളെ പോലെ പറയുകയാണ്. നോക്കിയും കണ്ടും ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. നമസ്കാരം. തിരുമേനിക്ക് എന്നെ മനസ്സിലായോ? പിന്നെ മനസ്സിലാവാണ്ടിരിക്കോ? കൊച്ചു തമ്പുരാൻ. അങ്ങോട്ടിരിക്കാം. അച്ഛൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. പക്ഷെ തിരുമേനി, ഞാൻ ആകെ ടെൻഷനിലാണ്. എൻ്റെ മോക്കെന്തെങ്കിലും. തമ്പുരാൻ ശ്രദ്ധിച്ച് കേൾക്കണം.
ഈ കൊട്ടാരത്തിലെ സ്ത്രീകൾക്കുണ്ടാകുന്ന അപമൃത്യവും ഇപ്പോഴത്തെ കുട്ടിക്കുണ്ടാകാവുന്ന ഭവിഷ്യത്തും കൊട്ടാരത്തിലെ അന്തേവാസികൾക്ക് കിട്ടിയിരിക്കുന്ന ആ ശാപം മൂലമാണ്. അതാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. എൻ്റെ സഹോദരിക്ക് വന്ന് ഭവിച്ചത് അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ എൻ്റെ രാജലക്ഷ്മിക്ക് തമ്പുരാന്റെ സംശയം അസ്ഥാനത്തല്ല. പക്ഷേ എനിക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഏതോ നിഗൂഢതയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. ആ, ഈശ്വരൻ വലിയവനാണ്. സമയമാവട്ടെ, നമ്മുടെ മുമ്പിൽ അത് തെളിഞ്ഞു വരും. അപ്പോൾ നമ്മൾ എന്താണ് തിരുമേനി ചെയ്യേണ്ടത്? ഓം ശ്രീ ഭദ്രകാളി നമഃ. അങ്ങയുടെ മകളുടെ പിറന്നാൾ ദിവസത്തിൽ ഒരു പ്രത്യേക പൂജ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. കൊട്ടാരത്തിലെ പരദേവതകൾക്ക് ചൈതന്യം കൊടുത്ത് പ്രീതിപ്പെടുത്തണം. അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തോളാം. ഓ, അത് മാത്രം പോരാ, അന്ന് ആ ചെറുപ്പക്കാർക്ക് പാടാനുള്ള വേദിയും അനുബന്ധ സൗകര്യങ്ങൾ കൂടി സജ്ജമാക്കണം. ശരി. ഇതാ, ഈ പെട്ടിയിൽ ഉത്തരായൻ പാടിയ കീർത്തനത്തിൻ്റെ പരിഭാഷ, ചെമ്പുതകിട്, എഴുത്തോല എന്നിവ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇതവർക്ക് പാടാൻ ഉപകരിക്കും. പക്ഷേ ഉത്തരായൻ്റെ പുനർജന്മത്തിന് മാത്രമേ അത് പാടി പൂർത്തിയാക്കാൻ കഴിയൂ. ഇത് പൂജാമുറിയിൽ സൂക്ഷിച്ചു വെച്ചേക്കുക. അപ്പം ഞാൻ ഇറങ്ങുന്നു. വലിയമ്പരാനോട് പറഞ്ഞേക്കൂ. അല്ല, കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട, എനിക്ക് പോയിട്ട് അല്പം ധൃതിയുണ്ട്. എല്ലാം മംഗളമാവട്ടെ. ഓ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇത്രയും വലിയൊരു കൊട്ടാരവും അതിലൊരു രാജകുമാരിയും. ഇതാടി രാജയോഗം. എന്താടി ബാംഗ്ലൂരിൽ ഇങ്ങോട്ട് പോന്നപ്പോ നിന്റെ സ്മാർട്ട്നെസ് ഒക്കെ പോയോ? ഇല്ല, നിനക്ക് തോന്നുന്നതാ. ഇതാരൊക്കെയാ വന്നിരിക്കണേ? നിങ്ങൾ വന്നത് നന്നായി. അച്ചൂട്ടിക്ക് ഇവിടെ ആകെ ബോറടിച്ചിരിക്കണേ. ഇവിടത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞേ ഇനി പോകാവൂ. ഓക്കെ ആന്റി, ചടങ്ങ് കഴിഞ്ഞാലും ഞങ്ങൾ പോകുന്നില്ല. ഇനി 2 മാസമല്ലേ, അത് കഴിഞ്ഞേ പോകുന്നുള്ളൂ. ഇപ്പൊ വെക്കേഷൻ അല്ലേ? അത് മതി. മോളെ, ഇവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ചെല്ലുമക്കളെ, ഇങ്ങോട്ട് വാടി ചോദിക്കട്ടെ. ഹായ് അരവിന്ദ്. ഹായ്. ഹലോ അരവിന്ദ്, meet my friends. And Mary, honey. ഹലോ. വലിയ പാട്ടുകാരനാണെന്ന് അശ്വതി പറഞ്ഞു. ഞങ്ങൾക്കൊരു പാട്ട് കേട്ടാ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പാടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴല്ല, പിന്നീടാവട്ടെ. വാക്ക് മാറരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. Okay, bye bye. Okay. Nice job. Really, you are lucky. See, naughty girl. Come, come. സത്യം പറഞ്ഞാ ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ അത് വല്ലാത്ത അവസ്ഥയാ അല്ലടി ഹണി? ശരിയാ. ഒരു പെണ്ണിനെ കെട്ടാൻ 4 പേര് വരുക, അതിലൊരാളെ തെരഞ്ഞെടുക്കുക. ഇതൊക്കെ നാട്ടില് നടക്കുന്നതാണോ? ഇതിനൊക്കെ നീ സമ്മതിച്ചോടി? ഓ, ഇവളുടെ ഒരു ടൈം. എന്താ ചെയ്യാ, എല്ലാരും എന്നെ നിർബന്ധിക്കുക. ഹാൻസം. ഇതാണോ നീ പറഞ്ഞ 4-1? പോടി, ഇയാളാ ഹാൻസം? ആ അരവിന്ദൻ നല്ല പാട്ടുകാരൻ, കാണാൻ മിടുക്കൻ. അരവിന്ദന്റെ ടാലന്റ് ഇയാൾക്ക് കിട്ടോ? വാ. ഒരു നിമിഷം, താനിപ്പോ പറഞ്ഞില്ലേ അരവിന്ദന്റെ കഴിവിനെ പറ്റി. ഞാനത് മാനിക്കുന്നു. കഴിവ് ഈശ്വരൻ തരുന്നതാ. എനിക്ക് ആ കഴിവില്ലായിരിക്കാം. എനിവേ, ഞാൻ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഒന്നുമല്ല. ഞാനൊന്ന് ജീവിച്ചോട്ടെ. ആഹാ, ഈ കൊട്ടാരവും സ്വത്തുക്കളും ഇവിടുത്തെ രാജകുമാരിയും. ഹോ, എൻ്റെ മനസ്സ് മുഴുവൻ ഇപ്പൊ ഒരൊറ്റ കാര്യമുള്ളൂ. ഇവനിതെന്താ പറ്റിയത്? നീ ഇവിടെ ഇങ്ങനെ ഇരുന്നോ? തമ്പുരാക്കന്മാരെല്ലാരും കൂടെ വന്ന് നിന്നെ എടുത്തോണ്ടങ്ങ് പൊക്കോളും. അങ്ങനെയല്ലടാ, ചക്രവാണി പറഞ്ഞാലും കാര്യമില്ലാതില്ല. പക്ഷെ പാടുന്ന ആൾക്കല്ലേ അതെല്ലാം കിട്ടൂ. അപ്പൊ അത് ഞാനായിരിക്കും. രാജകുമാരനാവാൻ പറ്റിയ ചാളുക്ക്. നിന്നെ കൂടെ ചേർത്താ പറഞ്ഞത്. അതിന് യോഗ്യതയുള്ളത് ഈ ക്ഷത്രിയ കുലത്തിൽ പറഞ്ഞ നമുക്ക് തന്നെ. അയ്യടാ, കണ്ടാലും മതി ക്ഷത്രിയ കുലം. വാഴക്കൊലയാ. വെറുതെ നടക്കാത്ത കാര്യങ്ങൾ ആലോചിച്ച് സമയം കളയാതെ മക്കളെ.
ഈ ചക്രപാണി അത് നേടിയിരിക്കും.